അപ്പോൾ ഈ പ്രവർത്തനവുമായി സഹകരിച്ച എല്ലാ വിഭാഗം ആളുകളെയും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. വയനാട്ടിലെ ജനത അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് ആ കാര്യത്തിൽ കേരളത്തിന് അനുകൂലമായൊരു സമീപനം സ്വീകരിച്ചിട്ടില്ല എന്ന ദുഃഖകരമായ സത്യം കൂടിയുണ്ട്. അപ്പോൾ പണം സമാഹരിക്കുക മാത്രമല്ല, വയനാട്ടിലെ ജനങ്ങൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐ വിവിധ സമരങ്ങളും ഈ ഘട്ടത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൽ ആദ്യഘട്ടത്തിൽ നടത്തേണ്ടി വന്ന സമരം ഈ ദുരിതബാധിതരായിട്ടുള്ള ആളുകളുടെ ഈ ചില സ്വകാര്യ ബാങ്കുകൾ അവരെടുത്ത ലോണിനെ അടിസ്ഥാനപ്പെടുത്തി ലോണ് തിരിച്ചടക്കാൻ ആവശ്യമായ നിർദ്ദേശം കൊടുക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന നിലയുണ്ടായി. അങ്ങനെയുള്ള ബാങ്കുകളിൽ ഡിവൈഎഫ്ഐ ശക്തമായ സമരം നടത്തിക്കൊണ്ട് ഈ ദുരിതബാധിതർക്ക് ഒപ്പം നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ ഒരു മനുഷ്യച്ചങ്ങല തീർത്തിരുന്നു. ആ മനുഷ്യച്ചങ്ങലയിൽ പ്രധാനമന്ത്രി ആ സ്ഥലം സന്ദർശിച്ച സമയത്ത് പ്രധാനമന്ത്രി വാരിപ്പുണർന്ന് ലോകത്താകമാനം വൈറലായിട്ടുള്ള ഒരു ചിത്രമുണ്ടായിരുന്നു. അത് നൈസമോളുടെ ചിത്രമായിരുന്നു. ആ നൈസമോൾക്കുൾപ്പെടെ കഴിഞ്ഞ ദിവസം മനുഷ്യച്ചങ്ങലയിൽ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കേണ്ടി വന്നു. അപ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് അവിടെ സ്ഥലം സന്ദർശിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടും അവിടെ ജനങ്ങൾക്ക് അനുകൂലമായ ഒരു 10 പൈസയുടെ സഹായം പോലും ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്നൊരു ചോദ്യം, വയനാട് ഇന്ത്യയുടെ ഭാഗമല്ലേ എന്നൊരു ചോദ്യം ശക്തമായി എല്ലാ വിഭാഗം ആളുകളും ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, വയനാടിന്, കേരളത്തിന് അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന ഈ വിവേചനപരമായ സമീപനം സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരായി അതിശക്തമായ സമരത്തിന് കൂടി ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കും എന്നാണ്. ഇവിടെ ഇപ്പോൾ എന്തുമാത്രം വിവേചനമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വയനാട് സംഭവത്തിന് ശേഷം ദുരന്തമുണ്ടായിട്ടുള്ള എത്ര സംസ്ഥാനങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്തു. കഴിഞ്ഞ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച സമയത്ത് നമ്മൾ കണ്ടതാണ്. വിവിധ പാക്കേജുകൾ വഴി ആന്ധ്രയ്ക്കും ബീഹാറിനുമെല്ലാം കൊടുത്ത കോടിക്കണക്കിന് രൂപയുടെ കണക്കുകൾ. അപ്പോൾ കേരളത്തോട് രാഷ്ട്രീയമായ വിരോധമാണ്. അപ്പോൾ BJPക്ക് അവരാഗ്രഹിക്കുന്ന രൂപത്തിൽ വളരാൻ കഴിയാത്തതിൻ്റെ പകപോക്കൽ കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വയനാട്ടിലെ ജനങ്ങൾ വലിയ ദുരിതമാണ് അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇത്തരം സമീപനങ്ങൾ കൂടി ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. അതുകൊണ്ട് വയനാട്ടിലെ ജനങ്ങളെ ഒറ്റപ്പെടുത്തുന്ന, വിവേചനത്തോടുകൂടി പെരുമാറുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണന നിറഞ്ഞ സമീപനത്തിനെതിരായി ഡിവൈഎഫ്ഐ ശക്തമായ സമരത്തിന് നേതൃത്വം കൊടുക്കും എന്നും ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഒരു ആദ്യഘട്ടത്തിലുള്ള പ്രഖ്യാപനമാണ്. ഇനിയും ചിലപ്പോൾ തുക വർദ്ധിച്ചേക്കാം. നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞത് സർക്കാരിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി യോജിച്ച് സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തനം നടത്തും എന്നാണ് വയനാട്ടിൽ വെച്ച് ഞങ്ങൾ ഈ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ പറഞ്ഞത്. അപ്പോൾ ആ ഘട്ടത്തിൽ സമാനമായ ദുരന്തമുണ്ടായിട്ടുള്ള കോഴിക്കോട് ജില്ലയിലെ വെലങ്ങാട് ഭാഗത്തുണ്ട്, കണ്ണൂർ ജില്ലയിലെ ചില പ്രദേശങ്ങളിലും അതേ സമയത്ത് തന്നെ ഈ പ്രളയത്തിൻ്റെ ഭാഗമായി വീട് നഷ്ടപ്പെട്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവരെയും സഹായിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ സർക്കാർ ഇനി അവിടെ പദ്ധതി പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സർക്കാർ ഇനി പറയുകയാണ്, ഇപ്പോൾ ഒരു ഏജൻസി സർക്കാർ വെക്കുകയാണെന്ന് ഉദ്ദേശിച്ചാൽ ആ ഏജൻസി ഇത്ര പണം ഒരു വീട് കണക്കാക്കി വീട് വെക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ എണ്ണം പ്രഖ്യാപിക്കും. സർക്കാർ പ്രഖ്യാപിച്ച തുക പ്രകാരം ഡിവൈഎഫ്ഐ ഇത്ര വീട് വെച്ചു കൊടുക്കും എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കും. അപ്പോൾ സർക്കാരിൻ്റെ പ്രഖ്യാപനത്തിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകും. ശരി. ഈ വയനാടിന്റെ ഈ കേന്ദ്രത്തിന്റെ അവഗണനയിലെ കേരളത്തിലെ പ്രതിപക്ഷം LDF-നൊപ്പം, അതായത് ഈ അവകാശങ്ങൾ ഈ നേടിയെടുക്കുന്നതിനൊപ്പമില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അത്തരത്തിലുള്ള പോരാട്ടത്തിൽ കേന്ദ്ര സർക്കാരിനൊപ്പം, കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിൽ
സർക്കാരിനൊപ്പം ഇല്ല എന്നതാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഏത് പോരാട്ടത്തിനാ കേന്ദ്രത്തിനെതിരെ UDF കേരളത്തിൽ അണിനിരന്നത്? ഒരു പോരാട്ടത്തിലും കേന്ദ്ര സർക്കാരിനെതിരെ ഈ കേരളത്തിലെ ഗവൺമെന്റിനോടൊപ്പം അണിനിരക്കാൻ ഇവർ തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് ഈ പണം അനുവദിക്കുന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിന് ന്യായമായും കിട്ടേണ്ട പണം കിട്ടാത്ത സാഹചര്യത്തിൽ MLA-മാർ മന്ത്രിമാരെല്ലാം ഡൽഹിയിൽ പോയി സമരം നടത്തി. കർണാടകയിൽ നിന്ന് പോലും സമരത്തിന് നമുക്കറിയാം, കർണാടക ഗവൺമെന്റ് ഈ വിഷയം അവിടെ ഇങ്ങനെ ഫെഡറൽ തത്വങ്ങളെ ലംഘിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവരും സമരം നടത്തി. പക്ഷെ കേരളത്തിന് വേണ്ടി കൂടെ നിൽക്കാൻ ഇവിടെ നിന്നുള്ള ജനപ്രതിനിധികളായിട്ടുള്ള UDF-കാർ തയ്യാറായിട്ടില്ല. അതുതന്നെയാണ്, അതേ സമീപനം തന്നെയായിരിക്കും ഈ വിഷയത്തിൽ ഉണ്ടാവുക. ഞങ്ങൾ DYFI ഈ വിഷയത്തിൽ ഗവൺമെന്റിനോടൊപ്പം കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള സമരത്തിൽ സജീവമായിട്ടുണ്ടാവും. പിന്നീട് ആലോചിക്കും. ഇപ്പം പ്രാഥമികമായി DYFI-യിലേക്ക് സ്വീകരിക്കുകയാണ്, അതിനുശേഷം ആലോചിക്കും. അദ്ദേഹം ഇപ്പം കോൺഗ്രസുമായി വിയോജിപ്പ് അദ്ദേഹം നേരത്തെ രേഖപ്പെടുത്തി. അപ്പോൾ DYFI-യിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിക്കും, ഞങ്ങൾ അദ്ദേഹത്തെ ഇന്ന് സ്വീകരിക്കുകയും ചെയ്യും. അപ്പോൾ അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബാക്കി ചുമതലകൾ നിശ്ചയിക്കും.